ഞാൻ സാനു കെ.ആർ. എൻ്റെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിലുള്ള പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയത്തിലേക്കാണ്. ഈ പ്ലാനറ്റോറിയത്തിലെ ഷോ നമുക്ക് കാണണമെങ്കിൽ നമ്മളൊരു എൻട്രി ടിക്കറ്റ്, ഒരു പ്രവേശന ടിക്കറ്റ് എടുക്കേണ്ടതാണ്. മുതിർന്നവർക്ക് 75 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് നമ്മൾ പ്രവേശന ഫീസായി നൽകേണ്ടത്. എന്നാൽ ഒരു വിദ്യാലയത്തിൽ നിർത്തുന്ന കുട്ടികൾക്കാണെങ്കിൽ കേവലം പ്രവേശന ഫീസായിട്ട് 40 രൂപ മാത്രം നൽകിയാൽ മതി. ആദ്യമായിട്ട് നമുക്ക് സയൻസ് പാർക്കിലെ കാഴ്ചകൾ കാണാം. സയൻസ് തത്വങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഈ പാർക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ആ ഉപകരണങ്ങൾ സ്വയം പ്രവർത്തിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പല സങ്കീർണമായ ശാസ്ത്ര തത്വങ്ങളും നമുക്ക് ഈ ഉപകരണങ്ങളിലൂടെ കണ്ടു കഴിയുമ്പോൾ വളരെ ലളിതമാണ് എന്ന് മനസ്സിലാവും. അത്തരത്തിലാണ് ഈ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സയൻസ് പാർക്കിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മൈ ചാനൽ സാനു മീഡിയ. പ്ലാനറ്റോറിയത്തിലേക്ക് പോകുന്നതിന് ബാംഗ്ലൂർ ടൗണിലെ ഭൂഗർഭപാതയിലൂടെ നമുക്ക് അല്പം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഭൂഗർഭപാതയിലൂടെ അല്പം സഞ്ചരിക്കാം. പ്രവേശന കവാടത്തിൽ തന്നെയുള്ള ഈ കൗണ്ടറിൽ നിന്നും നമുക്ക് പ്രവേശന പാസ് വാങ്ങാവുന്നതാണ്.
സയൻസ് പാർക്കിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പ്ലാനറ്റോറിയത്തിൽ പ്രവേശിക്കാനുള്ള സമയമായി. 2 മണിക്കാണ് ഷോ. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അതേ സീറ്റ് നമ്പറിൽ തന്നെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഓണാക്കുന്നതിനോ ക്യാമറ പ്രവർത്തിപ്പിക്കുന്നതിനോ അനുമതിയില്ല. അതിനാൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ തൽക്കാലം വിട. ഗുഡ് ബൈ.